വീണ്ടും ചരിത്രം തിരുത്തി കേന്ദ്ര സർക്കാർ. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ പേര് വെട്ടി കേന്ദ്ര സർക്കാർ. പകരം മഹാകുംഭമേളയെക്കുറിച്ചുള്ള അധ്യായം ഉൾപ്പെടുത്തി NCERT. മഗധ, മൗര്യ, ശുംഗ, ശതവാഹന എന്നീ രാജവംശങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങളും കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ചരിത്രം തിരുത്തൽ തുടരുകയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ തന്നെ മുഗൾ ഭരണകാലത്തെ പല ഭരണകർത്താക്കളുടെയും പേരുകളുള്ള റോഡുകളുടെ പേരുകൾ മാറ്റി. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ മുഗൾ രാജാക്കന്മാരുടെ പേര് ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് ഈ പുതിയ തിരുത്തൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഷിജു, തീർച്ചയായിട്ടും ഈ പാഠപുസ്തകങ്ങളിലടക്കം കാവ്യവൽക്കരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ പേര് NCERT വെട്ടിമാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട അധ്യായവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 2025 ഹിന്ദു വിഭാഗത്തിന് ഏറെ ശ്രേഷ്ഠത ഉണ്ടായിട്ടുള്ള ഒരു കുംഭമേളയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലാണ് ഇപ്പോൾ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിച്ചുകൊണ്ടുള്ള അധ്യായം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഹിന്ദു ചരിത്രം കൂടുതൽ ഊന്നി പറയുന്ന പാഠപുസ്തകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം മഗധ, മൗര്യ, ശുംഗ, ശതവാഹന എന്നീ തുടങ്ങിയിട്ടുള്ള രാജവംശങ്ങളെ കുറിച്ചുള്ള അധ്യായങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ തന്നെ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ ഹിന്ദി ഭാഷകളും അതോടൊപ്പം സംസ്കൃതത്തിലുള്ള വിവിധ പദങ്ങളും ഈ പുതിയ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ധാർമ്മികത രാജ്യത്തിന്റെ മഹാകുംഭമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി ലോകം കണ്ടത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കുരുതി നടന്ന ഒരു സ്ഥലമാണ്. വലിയ തരത്തിൽ തിക്കിലും തിരക്കിലും നിരവധി പേർ മരിച്ച ഒരു മഹാകുംഭമേളയാണ് നടന്നത്. അത് സ്വാഭാവികമായും ആ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ മഹാകുംഭമേള മഹത്തരമാണെന്ന് എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ടാകണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം വലിയ സുരക്ഷാ വീഴ്ചകൾ ഈ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലും അതോടൊപ്പം ന്യൂഡൽഹിയിലും അടക്കം വിവിധ മേഖലകളിൽ നടന്നിരുന്നെങ്കിൽ പോലും ഈ കുംഭമേളയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം യോഗി ആദിത്യനാഥിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു വിവരങ്ങൾ തന്നെയായിരിക്കും ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഈ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യൻ പ്രാദേശിക സാഹചര്യങ്ങളിലും അതോടൊപ്പം ഇന്ത്യയുടെ ധാർമ്മികതയും വേരൂന്നിക്കൊണ്ടാണ് ഈ പാഠപുസ്തകം ഇറക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ NCERTയുടെ പുതിയ അല്ലെങ്കിൽ നവീകരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. എന്തായാലും നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലും 3, 6 ക്ലാസ്സുകളിലും അതോടൊപ്പം 4, 7 ക്ലാസ്സുകളിലും വിവിധ പാഠപുസ്തകങ്ങളിലും ഇത്തരത്തിൽ NCERT വിവിധ കാര്യങ്ങളും അതോടൊപ്പം ഈ മുഗൾ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ തന്നെയും വെട്ടിക്കുറച്ചിരുന്നു. അതോടൊപ്പം ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും വെട്ടിച്ചുരുക്കിയ ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം NCERTയുടെയും പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. വിവിധ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും ഈ 12ാം ക്ലാസ്സുകളിലൊക്കെ തന്നെ ഈ മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെയും NCERT കഴിഞ്ഞ വർഷങ്ങളിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മുഗൾ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും അത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ തന്നെയും വെട്ടിമാറ്റിക്കൊണ്ടുള്ള പാഠപുസ്തകമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.